നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്കൊക്കെ പരീക്ഷ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ പബ്ലിക് എക്സാമും എല്ലാം റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്, ടൈം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടീച്ചേഴ്സിന് ആ എക്സാം ക്ലാസ് റൂമിൽ പറയേണ്ട കുറച്ച് ഇംഗ്ലീഷ് സെന്റൻസുകളാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ ടീച്ചേഴ്സ് ബി കെയർഫുൾ, ഈ സെന്റൻസുകൾ കേൾക്കുക, പഠിക്കുക, നിങ്ങളുടെ എക്സാം ക്ലാസ് റൂമിൽ ഈ സെന്റൻസുകൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പരീക്ഷയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികളോട് പറയുന്ന കുറച്ച് സെന്റൻസുകൾ നമുക്കിപ്പോൾ പഠിക്കാം. ഫസ്റ്റ് എപ്പോഴും നമ്മൾ പറയുന്നത് എന്താണ്? കുട്ടികളോട് നമ്മൾ ആദ്യമേ പറയുന്നത് എന്താണ്? നിങ്ങൾ മിണ്ടാതിരിക്കുക എന്ന് പറയും. അതെങ്ങനെ പറയാം? നമുക്ക് എല്ലാവർക്കും അറിയാം. പ്ലീസ് കീപ് സൈലൻസ് ഇൻ ദ ക്ലാസ് റൂം. പബ്ലിക് എക്സാമിനൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് പറയുക? പ്ലീസ് കീപ് സൈലൻസ് ഇൻ ദ ക്ലാസ് റൂം. പെട്ടെന്ന് പറയൂ, പ്ലീസ് കീപ് സൈലൻസ് ഇൻ ദ ക്ലാസ് റൂം. പിന്നെ നമ്മൾ കുട്ടികളോട് പറയും, അറേഞ്ച് യുവർ ഡെസ്ക് പ്രോപ്പർലി. നിങ്ങളുടെ ഡെസ്ക് എല്ലാം പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യുന്ന പറയും. എങ്ങനെ പറയും? അറേഞ്ച് യുവർ ഡെസ്ക് പ്രോപ്പർലി. പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യും. ഈ പ്രോപ്പർലി എന്നൊക്കെ ഉള്ളത് എന്താണെന്ന് അറിയണമെങ്കിൽ, അതെങ്ങനെയാണ് അവിടെ വന്നതെന്നൊക്കെ നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ അഡ്ജക്റ്റീവ് ആഡ്വേർബ് ഒക്കെ പഠിക്കണം കേട്ടോ. അതാണ് പാർട്സ് ഓഫ് സ്പീച്ച്. അപ്പോൾ ഈ അഡ്ജക്റ്റീവ് ആഡ്വേർബിൻ്റെ ഒക്കെ ലിങ്ക് തരാവേ, നിങ്ങളതൊന്ന് കേട്ട് പഠിക്കാം. അപ്പോൾ പ്ലീസ് കീപ് സൈലൻസ് ഇൻ ദ ക്ലാസ് റൂം, അറേഞ്ച് യുവർ ഡെസ്ക് പ്രോപ്പർലി. പിന്നെ നമ്മൾ കുട്ടികളോട് പറയുന്നത് എന്താണ്? പേന മാത്രമേ നിങ്ങൾ ക്ലാസ് റൂമിലോട്ട് എടുക്കാവുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? പേനയൊക്കെ ഡെസ്കിന്റെ മുകളിൽ പേന മാത്രമേ വെക്കാവുള്ളൂ എന്ന് പറയും. കീപ് ഓൺലി യുവർ പെൻ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ, അല്ലേ? കീപ് ഓൺലി യുവർ പെൻ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഓൺ ദ ഡെസ്ക്. കീപ് only your pen and question paper on the desk. ഡെസ്കിന്റെ മുകളിൽ ക്വസ്റ്റ്യൻ പേപ്പറും പെന്നും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. കീപ് only your pen and question paper on ഡെസ്കിന്റെ മുകളിൽ അത് മാത്രമേ കാണാവുള്ളൂ. പിന്നെ നമ്മൾ അതേപോലെ പറയുന്ന എന്താണ്? നോട്ട് ബുക്കോ ഒന്നും ക്ലാസ് റൂമിലോട്ട് കൊണ്ടുവരരുത്. ഡു നോട്ട് ബ്രിങ്, ഡോണ്ട് ബ്രിങ് എനി നോട്ട്സ് ഓർ പെൻസിൽ ഇൻ ടു ദ ക്ലാസ് റൂം. ഇൻ ടു ദ ക്ലാസ് റൂം. അതിനേക്കാൾ നമ്മൾ പറയുന്നത് ഇൻ ടു ദ എക്സാം ഹാൾ. ഡു നോട്ട് ബ്രിങ് എനി നോട്ട്സ് ആൻഡ് ബുക്സ് ഇൻ ടു ദ ക്ലാസ് റൂം, അല്ലെങ്കിൽ ഇൻ ടു ദ എക്സാം ഹാൾ. എക്സാം ഹാളിലോട്ട് ഇതൊന്നും നിങ്ങൾ എടുക്കരുത്. ബ്രിങ്, എടുക്കുക, ബ്രിങ്, എടുക്കരുത്. ഡു നോട്ട് ബ്രിങ് എനി ബുക്സ് ഓർ നോട്ട്സ്, എനി പെൻസിൽ, കളർ പെൻസിൽ, ഇതെല്ലാം എന്ത് ചെയ്യേണ്ടത്? ഡു നോട്ട് ബ്രിങ് ഇൻ ടു ദ എക്സാം ഹാൾ. എക്സാം ഹാളിലോട്ട് ഇതൊന്നും എടുക്കരുത്. പിന്നെ നമ്മൾ എന്ത് പറയും? റൈറ്റ് യുവർ നെയിം ആൻഡ് റോൾ നമ്പർ നീറ്റ്ലി. നെയിമും റോൾ നമ്പറും നീറ്റായിട്ട് എഴുതണം. ഇനി നമ്മൾ പബ്ലിക് എക്സാമിനാണെങ്കിൽ എന്ത് പറയും? റൈറ്റ് യുവർ നമ്പർ പ്രോപ്പർലി. അത് നീറ്റിനേക്കാളും കുറച്ചുകൂടെ നല്ലത് പ്രോപ്പർലി, പ്രോപ്പറായിട്ട് തന്നെ എഴുതണം. അപ്പൊ ഇതൊക്കെ നമ്മൾ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ. ഈ സെന്റൻസുകൾ വീണ്ടും നിങ്ങളൊന്നും കൂടെ പറയാൻ ശ്രമിച്ചേ. ഇനി ഇതിൽ കൂടുതൽ സെന്റൻസുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സ് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു തുടങ്ങും. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു കിട്ടുമ്പോഴത്തേക്കും കുട്ടികൾ എന്ത് കാണിക്കും? അത് തുറക്കുകയും നോക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് പറയും? ഞാൻ പറയുന്നത് വരെ നിങ്ങൾ അത് തുറക്കരുത് എന്ന് പറയും. ഡു നോട്ട് open the question paper until I tell you. അരുത്, do not open the question paper until I tell you. ഞാൻ പറയുന്നത് വരെ, until I tell you, do not open the question paper. നിങ്ങളത് തുറക്കരുത്. ക്ലിയർ? പറഞ്ഞേ. ചെയ്യും. ഇനി നമ്മൾ പറയും, കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണോ, നിങ്ങൾക്ക് കിട്ടേണ്ടത് തന്നെയാണോ, നിങ്ങളൊന്ന് പെട്ടെന്ന് ഉറപ്പാക്കിക്കുക എന്ന് പറയും, അല്ലെ? ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായി തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയത്? ചെക്ക് വെദർ യു ഹാവ് റിസീവ്ഡ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. ചെക്ക് വെദർ യു ഹാവ് റിസീവ്ഡ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. ഒന്നുകൂടി പറയൂ. ചെക്ക് വെദർ യു ഹാവ് റിസീവ്ഡ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. കറക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണോ കിട്ടിയെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. എങ്ങനെയാണ്? കറക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. പിന്നെ നമ്മൾ പറയും, എന്താ പറയുക? നിങ്ങൾക്ക് എഴുതി തുടങ്ങാം കേട്ടോ. യു മേ സ്റ്റാർട്ട് റൈറ്റിംഗ് നൗ. യു മേ സ്റ്റാർട്ട് റൈറ്റിംഗ് നൗ. അപ്പോൾ അതിനു മുമ്പേ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നല്ലോണം ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചിട്ട് വേണം
ആൻസർ എഴുതാൻ. നമ്മൾ ടീച്ചേഴ്സ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ. എങ്ങനെ പറയും? റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി. റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി. കെയർഫുൾ ആയിട്ട് നിങ്ങൾ വായിക്കണം ബിഫോർ ആൻസറിങ്. അപ്പോൾ ബിഫോർ ആൻസറിങ് ING ആണ്. ഇതൊക്കെ ഞാൻ എടുത്തു പോയതാണ്. റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി ബിഫോർ ആൻസറിങ്. ആൻസർ ചെയ്യുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ വായിക്കണം. എന്നിട്ടാണ് നമ്മൾ പറയുന്നത്, എന്ത് പറയുന്നത്? യു മേ സ്റ്റാർട്ട് റൈറ്റിംഗ് നൗ. യു മേ സ്റ്റാർട്ട് റൈറ്റിംഗ് നൗ. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, എങ്ങനെ പറയും? റൈറ്റ് നീറ്റ്ലി, കെയർഫുള്ളി, പ്രോപ്പർലി എന്നൊക്കെ പറയും അല്ലേ? വൃത്തിയായിട്ടും വെടിപ്പിനും ഒക്കെ നിങ്ങൾ എഴുതുക. അപ്പൊ നമ്മൾ എന്താണ്, പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പായി ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്ന ആ സമയത്തായി ഇനി നമ്മൾ പറയേണ്ടത് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയും അല്ലെ? അപ്പൊ നമുക്ക് എന്തൊക്കെ പറയാം? ആരെയിലൊക്കെ സംസാരിക്കുന്ന കാണുമ്പോൾ നമ്മൾ എന്ത് പറയും? മെയിൻറ്റെയിൻ സൈലൻസ്. സൈലൻസ് കീപ്പ് ചെയ്യൂ. കീപ് ദ സൈലൻസ്. അതേ രീതിയിലും പറയാം, മെയിൻറ്റെയിൻ സൈലൻസ്. സൈലൻസ് കീപ്പ് ചെയ്യൂ. പിന്നെ രണ്ട് കുട്ടികൾ സംസാരിക്കുന്ന കാണുമ്പോൾ നമ്മൾ എന്ത് പറയും? അരുത്. ഡു നോട്ട് ടോക്ക് ടു ഈച്ച് അതർ. ഡു നോട്ട് ടോക്ക് ടു ഈച്ച് അതർ. രണ്ടുപേർ തമ്മിൽ സംസാരിക്കരുത്. ഡു നോട്ട് ടോക്ക് ടു ഈച്ച് അതർ. സംസാരിക്കരുത്. പിന്നെ നമ്മൾ പറയുന്നത്, എന്തെങ്കിലുമൊക്കെ ആവശ്യം, ഇത് പേപ്പറൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കൈ പൊക്കിയാൽ മതി എന്നാണ് നമ്മൾ പറയുക അല്ലെ? വിളിച്ചു കൂവണ്ട എന്ന് പറയും അല്ലെ? ടീച്ചറേ എന്ന് പറഞ്ഞ് വിളിച്ചു കൂവണ്ട. എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, പേപ്പറൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കൈ പൊക്കുക. റൈസ് യുവർ ഹാൻഡ്. കൈ പൊക്കുക. ഇഫ് യു നീഡ് എനിത്തിങ്. റൈസ് യുവർ ഹാൻഡ് ഇഫ് യു നീഡ് എനിത്തിങ്. ഒന്ന് പറഞ്ഞ് പഠിക്കുക. അതെന്താണെങ്കിലും നിങ്ങൾക്ക് പറയണം. റൈസ് യുവർ ഹാൻഡ് ഇഫ് യു നീഡ് എനിത്തിങ് എന്നും കൂടെ പറയൂ. റൈസ് യുവർ ഹാൻഡ് ഇഫ് യു നീഡ് എനിത്തിങ്. എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കൈ പൊക്കുക. എനിത്തിങ്. മാനേജ് യുവർ ടൈം പ്രോപ്പർലി. നമ്മൾ പറയുന്നല്ലേ, കൃത്യമായിട്ട് നിങ്ങൾ സമയം പാലിക്കുക. പിന്നെ നമ്മൾ പറയും, ഒരു ക്വസ്റ്റ്യനെ തന്നെ നിങ്ങൾ കുറേ സമയം കളയരുത്. ഒരു എന്താ പറയുക, അങ്ങനെയല്ലേ? ടീച്ചേഴ്സിന് അത് മനസ്സിലാവും അതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് അല്ലെ? ഒരു ക്വസ്റ്റ്യൻ തന്നെ നോക്കിയിരുന്നിട്ട് നിങ്ങൾ കുറേ സമയം കളയരുത്. ഡു നോട്ട് വേസ്റ്റ് ടൈം ഓൺ വൺ ക്വസ്റ്റ്യൻ. കുട്ടികളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. കിട്ടിയില്ലെങ്കിൽ അതേ അങ്ങനെ നോക്കിയിരിക്കും, ബാക്കിയുള്ളത് അവിടെ കിടക്കാം. അപ്പൊ നമ്മൾ പറയും, ഡു നോട്ട് വേസ്റ്റ് ടൈം ഓൺ വൺ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യനിൽ ഡു നോട്ട് വേസ്റ്റ് ടൈം. ടൈം കളയരുത്. ഡോണ്ട് വേസ്റ്റ് ടൈം ഓൺ വൺ ക്വസ്റ്റ്യൻ. one question. No malpractice is allowed. No malpractice എന്ന് പറഞ്ഞാൽ എന്താ? ഈ കോപ്പിയടിയോ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊന്നും നമ്മൾ അലൗ ചെയ്യുന്നതല്ല. വർത്താനം പറയലോ അങ്ങനെയൊന്നും. No malpractice is allowed. ഇതൊന്നും നമ്മൾ അലൗ ചെയ്യുന്നതല്ല. പിന്നെ നമ്മൾ എന്താ പറയാ? Keep your answer sheet properly. Keep your answer sheet properly. ഇതൊക്കെ നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്, എൻ്റെ കയ്യിൽ കുറച്ച് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് എല്ലാം ഒന്നും ഓർത്തിരിക്കില്ല. ഇനി നമ്മൾ പറയും, പരീക്ഷയൊക്കെ ഇങ്ങനെ അവസാനിക്കുന്നതിനൊക്കെ മുമ്പ് നമ്മൾ പിള്ളേർക്ക് സമയം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും അല്ലേ? നല്ല നല്ല ടീച്ചേഴ്സ് ആണെങ്കിൽ കൃത്യം ടൈം അവർ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ടൈം എങ്ങനെ നമുക്കിനി പറഞ്ഞു കൊടുക്കാം? അതിനി എങ്ങനെ നോക്കാം? ദിസ് ഈസ് യുവർ ഫസ്റ്റ് വാർണിംഗ്. എത്രയോ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഫസ്റ്റ് വാർണിംഗ്. ദിസ് ഈസ് യുവർ ഫസ്റ്റ് വാർണിംഗ്. ഇത് നിങ്ങളുടെ ഫസ്റ്റ് വാർണിംഗ് ആണ്. അതെന്ത് പല രീതിയിൽ നമുക്ക് പറയാം. ടൈം ആകുമ്പോൾ പറയാം, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു മാൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാം. എല്ലാ രീതിയിലും നമുക്ക് പറയാം, ദിസ് ഈസ് യുവർ ഫസ്റ്റ് വാർണിംഗ്. നിങ്ങൾക്കുള്ള ഫസ്റ്റ് വാർണിംഗ് ആണ് ഇത്. ഇനി നമ്മൾ പറയും, പരീക്ഷയുടെ റൂളും ഒക്കെ നിങ്ങൾ പാലിക്കുക. അതെങ്ങനെ പറയാം? ഫോളോ ദ എക്സാം റൂൾസ് സ്ട്രിക്ട്ലി. എക്സാമിന്റെ റൂൾ ഉണ്ട് അല്ലെ? പരീക്ഷ കാളിൽ പാലിക്കേണ്ട കുറച്ച് റൂൾ, അത് സ്ട്രിക്റ്റ് ആയിരിക്കണം. ഫോളോ എക്സാം റൂൾസ് സ്ട്രിക്ട്ലി. സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അത് പാലിക്കുക. ഇഫ് യു ടോക്ക് അഗെയിൻ, വീണ്ടും നിങ്ങൾ സംസാരിച്ച, യു വിൽ ബി സെൻഡ് ഔട്ട്. പുറത്തേക്ക് പറഞ്ഞു വിടും. ഇഫ് യു ടോക്ക് അഗെയിൻ, യു വിൽ ബി സെൻഡ് ഔട്ട്. നീ പുറത്തായിരിക്കും. ഇനി നീ സംസാരിച്ചാൽ നീ പുറത്തായിരിക്കും. ഇഫ് യു ടോക്ക് അഗെയിൻ, വീണ്ടും സംസാരിച്ചാൽ, യു വിൽ ബി സെൻഡ് ഔട്ട്. നീ പുറത്തായിരിക്കും, നിന്റെ സ്ഥാനം ഓർത്തു വെക്കുക. സോ എന്ത് ചെയ്യണം? ഫോളോ ദ എക്സാം റൂൾസ്. സ്ട്രിക്റ്റ് ആയിട്ടും എക്സാം റൂള് അനുസരിക്കണം.
ക്ലിയർ. അപ്പോൾ കുട്ടികളോടും കൂടി ഇതാണ് പറയാനുള്ളത്. എന്താണ്? ഇഫ് യു ടോക്ക് അഗെയിൻ യു വിൽ ബി സെൻഡ് ഔട്ട്. പുറത്തായിരിക്കും നിങ്ങളുടെ സ്ഥാനം. ഇനി പരീക്ഷയൊക്കെ അവസാനിപ്പിക്കുക. ആ സമയമാകുമ്പോൾ നമ്മൾ പറയും സ്റ്റോപ്പ് റൈറ്റിംഗ് നൗ. ഇനി നിങ്ങൾക്ക് എഴുത്ത് നിർത്താം. സ്റ്റോപ്പ് റൈറ്റിംഗ് നൗ. എന്നിട്ട് നമ്മൾ എന്ത് പറയും? പുട്ട് യുവർ പെൻ ഡൗൺ. താഴെ വെക്കുക. സ്റ്റോപ്പ് റൈറ്റിംഗ് നൗ, പുട്ട് യുവർ പെൻ ഡൗൺ. താഴെ വെക്കാൻ നമ്മൾ പറയും. ഇനി നമ്മൾ എന്താ പറയാ? സബ്മിറ്റ് യുവർ ആൻസർ ഷീറ്റ്. സബ്മിറ്റ് യുവർ ആൻസർ ഷീറ്റ്. സബ്മിറ്റ് യുവർ ആൻസർ ഷീറ്റ്. ആൻസർ ഷീറ്റ് സബ്മിറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ പറയും യു മേ ലീവ് ദ ക്ലാസ് റൂം ക്വയറ്റ്ലി. യു മേ ലീവ് ദ ക്ലാസ് റൂം ക്വയറ്റ്ലി. നിങ്ങൾക്ക് ശാന്തമായിട്ട് ക്ലാസ്സിൽ നിന്നും പുറത്തു പോകാം. യു മേ ലീവ് ദ ക്ലാസ് റൂം ക്വയറ്റ്ലി. അപ്പൊ ഈ സെന്റൻസുകൾ നിങ്ങൾ ടീച്ചേഴ്സിന് ഒത്തിരി പ്രയോജനപ്പെട്ടെന്നാണ് എൻ്റെ വിചാരം ഇരിക്കുന്നത്. അപ്പൊ ഈ പരീക്ഷാ ഹാളിൽ സംസാരിക്കേണ്ട ഈ സെന്റൻസുകൾ നിങ്ങൾ ടീച്ചേഴ്സ് അത് ഓർത്തു വെക്കണം കേട്ടോ. നിങ്ങൾ പറയണം. നിങ്ങൾ അപ്പോൾ പരീക്ഷാ ഹാളിൽ സംസാരിക്കുന്ന ടീച്ചേഴ്സ് മാത്രമാണ്. കുട്ടികൾ മറുപടി പറയാൻ പാടില്ലെന്നാണ് അല്ലെ? കുട്ടികൾ മറുപടി പറയില്ല. നിങ്ങൾ പറയുന്നത് അവര് ഒബേ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും പിൻ ഡ്രോപ്പ് സൈലൻസിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ക്ലിയർ ആയിരിക്കണം, ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ഈ സെന്റൻസുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. സെന്റൻസ് സ്ട്രക്ചറും നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.